ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന പോയത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ്. എഴുതിയിരിക്കുന്നത് R.L. സ്റ്റീവൻസൺ അല്ലെങ്കിൽ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. ഇതിൻ്റെ ആശയങ്ങളും അതുപോലെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം നമുക്ക് ആദ്യം ഈ പോയറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. അബൌട്ട് ദി ഓഥർ, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ 1850 to 94 വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ്, പോയറ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അപ്പോൾ ഇദ്ദേഹം സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഒരു നോവലിസ്റ്റ്, അതുപോലെ എസ്സേ എഴുതുന്ന ആൾ, കവി, അതുപോലെ യാത്രാ വിവരണങ്ങളൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഈസ് ബെസ്റ്റ് നോൺ ഫോർ പോപ്പുലർ നോവൽസ് ലൈക്ക് ട്രഷർ ഐലൻഡ്, സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് ആൻഡ് കിഡ്നാപ്ഡ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില വർക്കുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ട്രഷർ ഐലൻഡ് പോലെയുള്ള നോവലുകൾ വളരെ ഫേമസ് ആണ്. ഹി ഓൾസോ പബ്ലിഷ്ഡ് 4 കളക്ഷൻസ് ഓഫ് പോയംസ്. അപ്പോൾ ഇദ്ദേഹം ഒരു കവി കൂടിയാണ്. അദ്ദേഹം 4 കവിതാ സമാഹാരങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്, പെന്നി വെസൽ, അണ്ടർവുഡ്സ് ആൻഡ് ബാലൻസ്. അപ്പോൾ ഈ 4 കവിതാ സമാഹാരങ്ങളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്? അപ്പോൾ ഈ കവിതയിൽ പറയുന്നുണ്ട്, ഒരു ചെറി ട്രീയുടെ മുകളിൽ കയറി ചുറ്റുപാടും വീക്ഷിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ലുക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്? അതായത് പരിചയമില്ലാത്ത അപരിചിതമായ സ്ഥലങ്ങൾ കാണുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The poet means that the child looked out into unfamiliar or distant places, metaphorically experiencing a sense of exploration and adventure from the vantage point of the cherry tree. അപ്പോൾ ഇവിടെ ചെറി ട്രീയുടെ മുകളിൽ കയറിയ കുട്ടി, അവൻ താഴെ നിന്നാൽ കാണാത്ത ഒരുപാട് പരിചയമില്ലാത്ത ദൂരെയുള്ള സ്ഥലങ്ങളും അവന് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ചെറി ട്രീയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അങ്ങ് ദൂരെ ഉള്ള കാഴ്ചകളും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹൗ വാസ് ദ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ? ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ എങ്ങനെയാണ് കുട്ടിക്ക് കാണാൻ കഴിയുന്നത്? ബൈ ക്ലൈംബിംഗ് ദ ചെറി ട്രീ. ഈ ചെറി ട്രീയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ കുട്ടി നോക്കുകയാണ്. The child gained a higher perspective that allowed them to see beyond their usual surroundings. ഇപ്പോൾ സാധാരണ നോക്കിയാൽ കാണുന്ന സ്ഥലങ്ങളെക്കാൾ കൂടുതൽ ഇത്രയും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളും കാണാൻ കഴിയുന്നു. ദിസ് എലവേറ്റഡ് പൊസിഷൻ, ഈ ഉയർന്ന ഈ ഒരു സ്ഥലം, പ്രൊവൈഡഡ് എ വ്യൂ ഓഫ് നൈബറിംഗ് ഗാർഡൻസ്. അപ്പോൾ അയൽവക്കത്തുള്ള പൂന്തോട്ടങ്ങളും അതുപോലെ പുഴയും മറ്റു റോഡുകളും മറ്റ് സ്ഥലങ്ങളും ഇവിടെ കുട്ടിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ താഴെ നിന്ന് നോക്കിയാൽ കുറച്ച് ദൂരം മാത്രമേ ഉള്ള കാഴ്ചകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ മരത്തിൻ്റെ മുകളിൽ കയറി അത്രയും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളും വളരെ വ്യക്തമായിട്ട് കുട്ടിക്ക് കാണാൻ കഴിയുന്നു. അപ്പോഴാണ് അയൽവക്കത്തുള്ള പൂന്തോട്ടവും നദിയും അതുപോലെ മറ്റ് റോഡുകളും ടൗണിലേക്ക് പോകുന്ന വഴികളും ഒക്കെ കുട്ടിക്ക് കാണാൻ കഴിയുന്നു. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ? ഈ മരത്തിന്റെ മുകളിൽ നിന്ന് കുട്ടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ഫ്രം ദ ട്രീ ദ ചൈൽഡ് സോ ദ നൈബറിംഗ് ഗാർഡൻ അഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ്. മനോഹരമായ പൂക്കൾ നിറഞ്ഞ അയൽവക്കത്തെ പൂന്തോട്ടം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. മെനി പ്ലസന്റ് പ്ലേസസ് ദാറ്റ് വർ ന്യൂ ആൻഡ് അൺഫെമിലിയർ. ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്തതും അപരിചിതവുമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നു. ദ റിവർ വിച്ച് അപ്പിയർഡ് ലൈക്ക് എ മിറർ റിഫ്ലക്റ്റിംഗ് ദ സ്കൈ. അപ്പോൾ ആകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കണ്ണാടി പോലെയുള്ള നദി, അത് കാണാൻ കഴിയും. ഡസ്റ്റി റോഡ്സ് വിത്ത് പീപ്പിൾ വാക്കിംഗ് ടു ടൗൺ.
അതായത് പൊടി നിറഞ്ഞ വഴികൾ, ടൗണിലേക്ക് പോകുന്ന വഴികൾ, അതിലൂടെ നടന്നു പോകുന്ന ആളുകളെയും ഒക്കെ കാണാൻ കഴിയുന്നു. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദ റിവർ ഇസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്? അപ്പോൾ ഇവിടെ ഈ ആകാശത്തിൻ്റെ നീല നിറം കാണാൻ കഴിയുന്ന ഒരു കണ്ണാടിയായിട്ട് ഇവിടെ നദിയെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് കവി അങ്ങനെ പറയാൻ കാരണം? ദ പോയറ്റ് യൂസസ് ദിസ് മെറ്റഫർ to describe how the river reflects the blue sky above it. അപ്പോൾ ഇവിടെ ഈ നദി മുകളിലുള്ള ആകാശത്തിൻ്റെ നീല നിറം ഒരു കണ്ണാടിയിൽ എന്ന പോലെ വ്യക്തമായി കാണിക്കുന്നു. ക്രിയേറ്റിംഗ് എ മിറർ ലൈക്ക് ഇഫക്റ്റ്. ദിസ് കമ്പാരിസൺ emphasize the clarity and the reflective quality of the river surface. അപ്പോൾ നല്ല തെളിഞ്ഞ ജലം ഉള്ള നദിയിൽ മാത്രമേ അത് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ക്ലാരിറ്റിയും അതുപോലെ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഗ്രോൺ അപ്പ്, അതായത് വളർന്നു വലുതായ നദി. എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദ ടേം ഗ്രോൺ അപ്പ് റിവർ സജസ്റ്റ് ദാറ്റ് ദ റിവർ ഹാസ് മെച്യൂർഡ്. അപ്പോൾ ഈ നദി കുറച്ചുകൂടി വലുതായി എന്നാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ വലുപ്പം കൂടിയിരിക്കുന്നു, അതിൻ്റെ വീതി കൂടിയിരിക്കുന്നു. ആൻഡ് വൈഡൻഡ് ആസ് ഇറ്റ് ഫ്ലോസ് ടുവേർഡ്സ് ദ സീ. അപ്പോൾ അങ്ങനെയാണല്ലോ, ചെറിയ നദികളൊക്കെ ചെറിയ നദികളായിട്ട് ഉത്ഭവിക്കുന്നു, അതിനുശേഷം അത് മറ്റ് നദികളിൽ ചെന്ന് പതിക്കുന്നു, അവിടെ നിന്ന് അതിൻ്റെ വീതി കൂടുന്നു, വലിയ നദിയാകുന്നു, അവസാനം അത് കടലിൽ ചെന്ന് പതിക്കുന്നു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലാർജർ മോർ സിഗ്നിഫിക്കൻറ്റ് ബോഡി ഓഫ് വാട്ടർ കമ്പയർഡ് ടു സ്മോളർ സ്ട്രീംസ് ഓർ ബ്രൂക്സ്. ഇപ്പോൾ ബ്രൂക്സ് എന്ന് പറഞ്ഞാൽ അരുവിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ഈ നദി ഒരു വലിയ നദിയായി മാറുന്നു. അപ്പോൾ അത് മെച്യൂർഡ് ആകുന്നു, അല്ലെങ്കിൽ അത് വളരുന്നു. ദ ഗ്രോൺ അപ്പ് റിവർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ്. ഇനി ആറാമത്തെ ചോദ്യം, ഹൗ വുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ദ ഷിപ്സ്? അപ്പോൾ കുട്ടി പറയുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉയരമുള്ള ഒരു മരത്തിൽ കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ദൂരം ഉള്ള കാഴ്ചകൾ കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ എനിക്ക് കടൽ കാണാൻ കഴിയുമായിരുന്നു, അതുപോലെ കപ്പലുകൾ കാണാൻ കഴിയുമായിരുന്നു എന്നൊക്കെ കുട്ടി പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്താലാണ് കുട്ടിക്ക് ഇങ്ങനെ ഈ കടലും കപ്പലുകളും ഒക്കെ കാണാൻ കഴിയുക? ഇഫ് ദ ചൈൽഡ് കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, കുറച്ചുകൂടി ഉയരമുള്ള ഒരു മരം കണ്ടെത്തിയാൽ, ഈ ചെറിയ ട്രീയേക്കാളും കുറച്ചുകൂടി അതിലും ഉയരമുള്ള ഒരു മരം കണ്ടെത്തിയിരുന്നെങ്കിൽ, അതിൽ കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, if the child could find a higher tree than the cherry tree they climbed, they believe they would be able to see further distance. അപ്പോൾ കൂടുതൽ ദൂരം കാണാൻ കഴിയുമായിരുന്നു. This higher vantage point would potentially allow them to see where the river meets the sea. അപ്പോൾ കുറച്ചുകൂടി ഉയരത്തിൽ കയറിയെന്നാൽ ഈ നദി എങ്ങോട്ടാണ് പോകുന്നതെന്നും, ഈ നദി എവിടെയാണ് കടലിൽ പോയി ചാടുന്നതെന്നും, കടലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കടലിലെ കപ്പലുകളെ കാണാമെന്നൊക്കെ കുട്ടി ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. വേർ ഷിപ്സ് സെയിൽ സിംബലൈസിങ് ദ ചൈൽഡ്സ് ഡിസയർ ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കവറി. അപ്പോൾ കുട്ടിയുടെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ്, അതായത് പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, പുതിയ കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യണം എന്നൊക്കെയുള്ള മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ടാണ് കുട്ടി അങ്ങനെ പറയുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ഫെയറി ലാൻഡ്? അങ്ങനെ ഏറ്റവും അവസാനം ഒരു മാന്ത്രിക ദ്വീപിലെത്തും എന്ന കുട്ടി ഇങ്ങനെ ഭാവനയിൽ കാണുകയാണ്. ഒരു ഫെയറി ലാൻഡ്, ഒരു മാജിക്കൽ ലാൻഡ്. അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് കുട്ടി പറയുന്നത്. ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് എ മാജിക്കൽ പ്ലേസ് വെയർ ഓൾ ചിൽഡ്രൻ ഗ്യാദർ ടു ഡൈൻ അറ്റ് 5 o'clock. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഈ മാജിക്കൽ ലാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള കുട്ടികളെല്ലാം, അവിടെ മുഴുവൻ കുട്ടികളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. 5 മണിയാകുമ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. പിന്നെ അവിടെയുള്ള കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെല്ലാം ജീവനുള്ള കളിപ്പാട്ടങ്ങളായിട്ട് മാറുന്ന ഒരു അത്ഭുത ദ്വീപാണ്. വേർ പ്ലേ തിങ്സ്, അതായത് ടോയ്സ്, കം ടു ലൈഫ്.
This reflects the child's imaginative longing for a fantastical world where ordinary objects and activities are transformed into extraordinary experiences. അപ്പോൾ ഇത് കുട്ടിയുടെ ഒരു ഭാവനയാണ്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ എന്ത് കളിപ്പാട്ടങ്ങളെല്ലാം ജീവനുള്ള കളിപ്പാട്ടങ്ങളായി മാറുന്ന ഒരു സ്ഥലം, കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്ഥലം, എല്ലാ കുട്ടികളും എല്ലാ സമയവും കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. വെൻ ഡു പ്ലേ തിങ്സ് കം അലൈവ്? ഇപ്പോൾ ഈ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ടോയ്സ് ജീവനുള്ളതാവുന്നത് എപ്പോഴാണ്? അക്കോർഡിംഗ് ടു ദ ചൈൽഡ്സ് എക്സ്പെക്ടേഷൻ പ്ലേ തിങ്സ് കം അലൈവ് ഇൻ ഫെയറി ലാൻഡ്. അത് ഈ ഒരു ദ്വീപിലെത്തുമ്പോഴാണ്, ഈ ഒരു മാജിക്കൽ ലാൻഡിലെത്തുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ദിസ് സജസ്റ്റ് എ മാജിക്കൽ ഓർ ഇമാജിനറി റെലം where toys have the ability to move, talk and interact as if they were living beings. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കളിപ്പാട്ടങ്ങൾ മനുഷ്യരെ പോലെ നടക്കുകയും നീങ്ങുകയും സംസാരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഫുൾഫില്ലിംഗ് ദ ചൈൽഡ്സ് ഇമാജിനേറ്റീവ് ഫാൻറ്റസീസ്. അപ്പോൾ അതൊക്കെ അവൻ്റെ ഭാവനയാണ്. ഇത്തരത്തിലുള്ള ഒരു മാന്ത്രിക സ്ഥലം ഉണ്ട്, അവിടെ എത്തും, ആ സ്ഥലം കാണാൻ കഴിയും. കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് നോക്കിയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും കളിക്കാം, ഒരുപാട് കുട്ടികളുണ്ടാവും, അല്ലെ? ടോയ്സ് ഒക്കെ ജീവനുള്ള ടോയ്സ് ആയിരിക്കും എന്നൊക്കെ കുട്ടിയുടെ ഭാവനയാണ്.